ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു റിജോറജി വ്ളോഗ്സ്. അങ്ങനെ ഒരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗായിരിക്കും. ഇന്ന് നമ്മൾ ആലപ്പുഴ ടു കട്ടപ്പന പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അനിയൻ, എൻ്റെ ബ്രദറിന് കട്ടപ്പനയിൽ ഒരു കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സോ നാളെ മുതൽ അവൻ അവിടെ ആയിരിക്കും പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന. സോ നമ്മൾ അവനെ ഇവിടുന്ന് ആലപ്പുഴ ടു കട്ടപ്പനയിൽ കൊണ്ടുപോയി ആക്കി വരുന്നൊരു ചെറിയ വ്ളോഗായിരിക്കും ഇന്ന്. ഓക്കെ, അതുമല്ല ഇന്ന് 20 ജൂലൈ 2025. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു 3 മണി ടൈമൊക്കെ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കട്ടപ്പനയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് പോകുന്ന വഴി നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാം വ്ളോഗിൽ. ഓക്കെ, അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വെള്ള ഷർട്ടൊക്കെ ഇട്ട് വിശുദ്ധിയിലേക്ക്. ഇനിയും പോയി പള്ളിയിൽ പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് നേരെ കട്ടപ്പനയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഓക്കെ, പോയി പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രാർത്ഥന പള്ളികളുടെ ക്ലിപ്സൊക്കെ കാണിച്ചു തരാം പറ്റുമെങ്കിൽ. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ചാണ് കൊള്ളുന്നത്. ജോയലും പപ്പയും നേരെ വണ്ടിയിൽ പോയി. അതിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പള്ളിയിലോട്ട് പോകുന്നത്. സോനി പള്ളിയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് വീട്ടിലും ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്നതുകൊണ്ട് വീട്ടിലെ ഒരു ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടുകാരായിട്ട് ഒരുമിച്ച് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നിടത്തോട്ട് നമ്മൾ നടന്നു പോയി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വീടിൻ്റെ അടുത്തുള്ളവരും നമ്മുടെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് യാത്രയെല്ലാം പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വഴിയാണ് പോകുന്നത്. AC റോഡ് വഴിയാണ് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ മഴയത്ത് നമുക്ക് ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ചിൽഡായിട്ടാണ് പോയത്. അപ്പം എല്ലാവർക്കും ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനി 4 വർഷം അനിയൻ അവിടെയാണ് പഠിക്കുന്നത്. സോ അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ നമ്മൾ ആണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ AC റോഡ് ഫുള്ള് മഴയൊക്കെ പെയ്ത് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. വണ്ടി നമുക്ക് സാധാരണ ഓടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ നേരെ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലെത്തി. ഇനി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണം നമുക്ക് കട്ടപ്പനയിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇത്രയും നേരം നമുക്കൊരു നിരന്ന പ്രദേശമായിരുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിലും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു മലകയറ്റമല്ലേ നമുക്കിനി കട്ടപ്പന വരാം. സോ നമ്മൾ ആ ഒരു തയ്യാറെടുപ്പൊക്കെ ഇനി ഛർദിലും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ നമ്മളൊരു തയ്യാറെടുപ്പിലൊക്കെ ഇരുന്ന് നമ്മൾ നേരെ പാലാ കുമളി റൂട്ടിലെത്തി. അവിടെ നമ്മൾ പാലാ കുമളി റൂട്ട് കയറാതെ തന്നെ നമ്മൾ നേരെ ട്രാവൽ ചെയ്തു. നമ്മളിനി അവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ ചെല്ലുന്നത് മുണ്ടക്കയം താഴത്തേക്കാണ്. മുണ്ടക്കയം പാലത്തിൻ്റെ അവിടെ എത്തി. ഇനി മുണ്ടക്കയത്ത് നിന്ന് വേണം നമുക്കിനി നേരെ കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മുണ്ടക്കയം പാലം കയറി ഇറങ്ങി നമ്മൾ ഒത്തിരി നേരം ട്രാവൽ ചെയ്ത് അങ്ങനെ മലയും കോടയും മഞ്ഞും എല്ലാം കണ്ട് ആദ്യമായിട്ട് വണ്ടി നിർത്തി. അത് അമ്മ ആദ്യം ഛർദ്ദിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ ആദ്യത്തെ ഛർദിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ വണ്ടിയിൽ കയറി. ഇത്ര നേരം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഫസ്റ്റ് ടൈമാണ് അമ്മ വൊമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വായൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽ തുടങ്ങി. കാലൊക്കെ ഒടിച്ച് മടക്കുന്നേ. അങ്ങനെ നമ്മൾ കോടയും മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ മലകൾ കയറാൻ തുടങ്ങി. ഇനിയും കയറ്റമായിരിക്കും, കുറച്ച് ഹെയർ പിൻ റോഡുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ മലയും കോടയും മഞ്ഞും എല്ലാം കണ്ട് നമ്മൾ പതുക്കെ നമ്മൾ വണ്ടിയിലിരുന്ന് ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു സ്ഥലം എത്തി. നമ്മളിനിയാണ് നമുക്ക് വളഞ്ഞിങ്ങാനം എത്താറുള്ളത്. അങ്ങനെ നമ്മൾ വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. അങ്ങനെ വളഞ്ഞിങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എപ്പോഴും പോകുമ്പോഴും നമ്മൾ കാണുന്നതാണ്. എന്നാലും ഈ പ്രാവശ്യം പോയപ്പോൾ നല്ല മഴയും കോടയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളങ്ങളൊക്കെ വന്നു. വെള്ളച്ചാട്ടം നല്ല രീതിയിലുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകാൻ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് പോയി ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ വാങ്ങി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ ഇരുന്ന കുരങ്ങന്മാരോടൊക്കെ നമ്മൾ ഹൈ ബൈ പറഞ്ഞു.
ഇനി വേണം ഇവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ വീട്ടുകാരെല്ലാം ഒരുമിച്ച് നടന്ന ആ ഒരു മഞ്ഞും തണുപ്പൊക്കെ നമ്മൾ ആസ്വദിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വണ്ടിയിൽ കയറി ഇനി വേണം ഒത്തിരി ദൂരം പോകാൻ. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് നമ്മളങ്ങനെ പോയി രാത്രിയിൽ ഒരു വെള്ളത്തിൻ്റെ ഇത് കണ്ട് നമ്മൾ നിർത്തി ഒരു അങ്ങനെ സമയം ഇപ്പം 7:30. ഞങ്ങൾ കട്ടപ്പന ടൗണിൽ റീച്ചായി. ഇനി ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ അളിയൻ്റെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നു. ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇനി ഇവിടെ നേരെ വീട്ടിലേക്ക്, അളിയൻ്റെ വീട്ടിലേക്ക്. ശരിക്കും ഇത് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഗൈസ് നിങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇനി അളിയൻ്റെ വീട്ടിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ വീട്ടിലെത്തി അമ്മയും പപ്പയും എല്ലാവരും ഒരുമിച്ച് വന്നു. കുറച്ച് പാടായിരുന്നു മേളിലോട്ട് കയറാൻ വേണ്ടി. കുറച്ച് പാട് വെട്ടാണെങ്കിൽ നമ്മൾ മേളിൽ കയറി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് അളിയനാണ്, ഞങ്ങളുടെ അളിയൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഒരു കാപ്പിയെ കുടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു വാങ്ങിയത്. അങ്ങനെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കട്ടപ്പന ടൗണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. സോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെ, നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി ഓക്കെ ആയിരുന്നു. അങ്ങനെ പൊറോട്ടയും ചിക്കനും ഞാൻ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ കിടന്നു. ഫുൾ സ്പീഡിലിട്ട് 2 ബ്ലാങ്കറ്റും പുതച്ച് ഈ സെറ്റർ ഇട്ടിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഗായ്സ് പോയി കിടന്ന് ഉറങ്ങി രാവിലെ എഴുതേക്കാം. ഓക്കെ, മസിൽ കയറിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. എവിടെയാ മസിൽ കയറിയത്? നിങ്ങൾ ബോഡി ബിൽഡിങ്ങിനൊന്നും പോകണ്ട, ക്രിയാറ്റിനോ വേ പ്രോട്ടീനൊന്നും എടുക്കണ്ട, നേരെ കട്ടപ്പന വരിക, ഫാൻ ഇട്ടുകൊണ്ട് കുറച്ച് നേരം കിടക്കുക, മസിൽ കയറി തണുത്തിട്ട്. അപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് ഒന്നും ചെയ്യണ്ട. ഇനി അമ്മ പുഷപ്പ് അടിക്കാൻ പോകണം. നെറ്റ് പുഷപ്പ് അടി. ഓവർ അഭിനയം കാണാം. എന്താ മോർണിംഗ് ഗായ്സ്. അങ്ങനെ പിറ്റേ ദിവസം എത്തിയിരിക്കുന്നു. നമ്മൾ രാവിലെ ഒരു 7 മണി ടൈമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് വെളിയിലോട്ട് നോക്കിയപ്പോൾ തന്നെ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റോഡ് അതിൻ്റെ താഴെയാണ്. ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാനും ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന വഴി. ഇത് നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഇതുപോലൊരു വഴിയിലാണ് നമ്മൾ വരുന്നത്. അപ്പം കുറച്ച് പാടാണ് മേളിലോട്ട് കയറി വരാൻ. വീടും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, അടിപൊളിയാണ്. പക്ഷെ നമുക്കിങ്ങനെ കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, പക്ഷേ പ്രായമായിട്ടുള്ളവർക്കൊക്കെ കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ നോർമൽ ഒരു വഴിയായിരിക്കും. പക്ഷെ നമ്മൾ ആലപ്പുഴ ഉള്ളവർക്ക് നമ്മൾ നിരന്നൊരു പ്രദേശമുണ്ട്. നമ്മളങ്ങനെ ശീലിച്ചതും ഇങ്ങനെ ഒരു കുന്നും കയറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്കും അനിയനും പപ്പയ്ക്കൊന്നും കുഴപ്പമില്ല. അമ്മയ്ക്ക് കുറച്ച് പാടായിരുന്നു കയറാൻ. പക്ഷേ കുഴപ്പമില്ല, അമ്മയെ നമ്മൾ സഹായിച്ച് കൈയൊക്കെ പിടിച്ച് അമ്മയാണെങ്കിലും കയറും. അങ്ങനെ ഞാൻ ഒരു ചായ കുടിക്കാനും കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ രാവിലെ താഴത്തോട്ട് വന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് ചെന്നു. നമ്മുടെ വീട് അവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇത്രയും മേളിലോട്ട് കയറണം നമുക്ക് വീട്ടിൽ ചെല്ലണമെങ്കിൽ. ഇത് അവിടെ ഒരു ചെറിയൊരു നദിയും കാര്യങ്ങളുണ്ട്. ഈ വഴി സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ മെയിൻ റോഡിൽ ചെല്ലും. ഇത് നമ്മുടെ അറിയാവുന്നൊരു ചേച്ചിയുടെ കടയാണ്, ചേച്ചിയുടെ ചേട്ടൻ്റെ കടയാണ്. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ചായയും ഒരു പഴംപൊരി എടുത്തു. അടിപൊളി പഴംപൊരി ആയിരുന്നു. ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതേ ഉള്ളായിരുന്നു. ഇതായിരുന്നു ചേച്ചി. നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടുകാരുമായിട്ട്. അങ്ങനെ നമ്മളിരുന്ന് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഒരു പ്രഭാത കട്ടപ്പനയിൽ ഒരു ചായക്കടയിലിരുന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് നേരെ നമ്മൾ തിരിച്ചു വന്നു. ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീടിൻ്റെ
ഏക്കർ കണക്കിന് പറമ്പുണ്ട് ഇവർക്ക്. സോ മേളിലോട്ടൊക്കെ ഒന്ന് കയറി ഏലം കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. സ്റ്റഫ് മേള് വരെ ഉണ്ട്. എനിക്ക് അത്രയൊന്നും കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും വഴി. വീഡിയോ ബ്രൂസ് ലൈക്ക് ഓ ഇങ്ങനെ കിടക്കുക. വീടവിടെ, വഴി എവിടെ, കട എവിടെ. മതി അപ്പ ചുമ്മാ സ്വെറ്ററൊക്കെ എടുത്തിട്ടിരിക്കുക. അവിടുന്ന് ഒരു കപ്പി ഇവിടുന്ന്. ഞാനിട്ടോ ചോറ് വെച്ച് മീൻകറി വെച്ച്. ഓക്കെ, അപ്പം ചായ കുടിച്ചിട്ട് വീണ്ടും വരാം. വീണ്ടും നമ്മൾ അമ്മയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മേലോട്ട് പോകണം. പാഷൻ ഫ്രൂട്ട് അവിടെ ഉണ്ടെന്ന് പറയുന്നു. കണ്ടു. നമ്മളിനി ഇതിൻ്റെ മേളിലോട്ട് കയറാൻ പോകുന്നതാണ്. കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, എന്ത് വഴുതന, കാന്താരി. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ്. അതെന്താ വന്ന് വിട്ടാൽ നടക്കുന്ന കാരണം നമുക്ക് ഇവിടെ വരുമ്പോ പാടാം. അമ്മ ഓതറക്കാരി. അമ്മ ഓതറക്കാരിയാന്ന് പറഞ്ഞൊരു വർഷം 24 ആലപ്പുഴ വന്നിട്ട്. ആകെ 18 വർഷം ഓതറ നിന്നത്. സ്കെച്ച്ഡ് പാഷൻ പ്രൂഫ്ഡ്. ഞാൻ വരുന്നില്ല. കേറ്, മേളിലോട്ട് കേറ്. ബാ, അമ്മയ്ക്ക് പാടാം. സീനില്ല. അമ്മ കേറുവോ? വീഡിയോ കാര്യം എടുക്കും. പിന്നെ എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ ഏത് ഓഹോ അത് പൊളിച്ച്. മേഘമേ വന്ന് വിട്ടാൽ ഞാനിങ്ങനെ ഇവിടെ. ഓക്കെ കം. ഇറങ്ങുന്നില്ല. ഓക്കെ ഗൈസ്. അയ്യോ, അഭിലേഷ് പ്ലാവടിയാവുന്നു ഞാൻ. എന്തോ ജാതിമരം വരെ ഞാൻ വരയ്ക്കും. അവിടെയും വിഭേചനം. സീൻ. ഇനി കുറച്ച് കിതക്കാം. കിതക്ക് ശരിക്കും കിടന്നു. കിതപ്പിച്ച് വീഡിയോ പിടിക്കുന്നു. ഏത് പൈപ്പില ഓവിനകത്തൂടെ വരുന്നു. അളിയൻ പറയുന്നത് ഇതിലൂടെ കയറാൻ പറ്റുന്നുണ്ട്. ഇതാണ് അളിയൻ പറയുന്ന കയറ്റം. ഇതല്ല അവര് പറഞ്ഞ കയറ്റം. ഇനി എങ്ങോട്ടാ? വഴിയില്ലല്ലോ. ജാതി ഇത് പറിക്കാനാ ഞാൻ വന്നത്. ഇവിടെ വരെ ഉള്ളോ സ്ഥലമോ? വാ, ഇനി മയിലോട്ട് കയറാം. ഇതുവഴി അമ്മ കയറത്തില്ലായിരിക്കും. ടൂറിസ്റ്റ്. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. സ്റ്റഫ് തരാം. ഫുള്ള് തെന്നിക്കിടക്കുമല്ലോ. ഞാൻ കയറുന്ന വീഡിയോ മാത്രമേ എടുക്കത്തുള്ളൂ. ഇറങ്ങുമ്പോൾ തെന്നുന്നുണ്ട്, അല്ലാണ്ട് അണയ്ക്കുന്നു. ഞാൻ അണയ്ക്കുന്നു. ഓ, ഇവിടെ സീനാണ്. ക്രോക്സോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീട് ഇത്ര കയറി വന്നോ?
ഓക്കെ, അങ്ങനെ ഇത്രയും മല താണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നു. ഇനിയും കയറാം. യെസ്, ടീം പ്രോയിലെ പിള്ളേർക്ക് കയറിയതല്ലേ. സ്ഥലം ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, എൻ്റെ പൊന്നി എന്തില്ലേ, ഇത്രയും സ്ഥലം ഇവരുടെയാണ്. കട്ടപ്പന കട്ടപ്പൻ. ഇനി പോണോ? കൊള്ളാം കൊള്ളാന്ന് വെച്ചാൽ കൊള്ളാം. ഓക്കെ, വരുംതോറും ഓ ഓ ഓ തെന്നുന്നുണ്ട് ഫ്രണ്ട്സ്. ദൈവം, ഇവിടെ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഇറങ്ങും? ജിമ്മിൽ പോകുന്നുണ്ട്, ഷുഗർ കട്ടായണ്ട് ഇറങ്ങാം. ഇറങ്ങാൻ പറ്റുമായിരിക്കും. കിതപ്പ് വല്ലാണ്ടില്ല, എന്നാലും കിതയ്ക്കും. എക്സ്പ്ലോർ ചെയ്ത് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ എത്തിയിട്ടുണ്ട്. തീർന്ന് ഇനി ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഇനി സ്റ്റെപ്പുകൾ നമ്മൾ കാണുന്നില്ല. അയ്യോ വാക്ക്, ഇനിയുണ്ടോ സ്റ്റെപ്പ്? അങ്ങനെ ഒരു 600 മീറ്റർ എന്തോ നമ്മൾ സംതിങ് കയറി വന്നിട്ടുണ്ട് മേളിലോട്ട്. ഇനിയും ഉണ്ട് ഇവിടെ നിന്ന് ഒത്തിരി ദൂരം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് അതും കൂടെ പോയി കയറി നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. ഇത്രയും കയറി വന്നതല്ലേ. കം, തെന്നുന്നുണ്ട്. ഇതിപ്പോൾ കയറുന്നത് മാത്രം ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം. ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ബാക്കി എടുക്കാം. ഇത്രേ ഉള്ളെന്ന് തോന്നുന്നു. ഇത്രയും അല്ലല്ലോ. എന്തിനാ ഫ്രണ്ട്സ് ഇത്രയൊക്കെ മണന്ന് വെച്ചിരിക്കുന്നേ? ഇതിൻ്റെ മേളിൽ എന്തായിരിക്കും അല്ലേ? ക്യൂരിയോസിറ്റി. ഓഹോ, ബുഷ് ബുഷ് ബുഷ്. ഇന്ന് തിങ്കളാഴ്ച നമുക്ക് വർക്കൗട്ട് ചെയ്താൽ ചെസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ചിലപ്പം താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഷോൾഡർ ആയിരുന്നു. നാളെ ലെഗ് ഡേ. സോ നാളെ വീട്ടിൽ ചെന്നാലും ഞാൻ ജിമ്മിന് പോകത്തില്ല. എന്തിനാ ഇവിടെ പറയുന്നത്? ടീംബ്രൽ പിള്ളേരുടെ ബ്രൗ ഇവിടെ കാണാൻ വരുന്ന കേട്ടോ. ചക്ക വീട് യെസ്. ഇനി സ്റ്റെപ്പ് തീർത്ത്. അയ്യോ, നല്ല ദൂരം തന്നെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ വീട് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയും ടോപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി വിടച്ചേനെ. ഇതിനുണ്ടാക്കിയെന്നുള്ളൊരു വ്യൂ നോക്കാം. വ്യൂ ഒന്നുമില്ല, ബട്ട് മൊത്തം ഇലയും അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. വലിയ തണുപ്പില്ല ഇപ്പോൾ. കൊള്ളാം. താഴെയാണ് നമ്മുടെ വീട്. ഇനി നേരെ താഴത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഏലക്കാടുകളുടെയൊക്കെ മേളിൽ കയറി നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ്. ഇവിടെ വരെ നമ്മൾ സക്സസ്ഫുള്ളി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ താഴത്തോട്ട് പോകണം. ഇനിയും താഴെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, ബൈ ബൈ. ബാറ്ററിയുടെ ചാർജ് തീർന്നു, തീരാറായി. അപ്പോൾ ഇനി ഈ കാണുന്ന മലകളെല്ലാം നമുക്ക് ഇറങ്ങി അങ്ങ് താഴെ ചെല്ലണം. അപ്പോൾ ഇനി അതാണ് നമ്മുടെ ടാസ്ക്. ഫോണിൻ്റെ ചാർജ് തീർന്നു. ഇത്രയും ദൂരം നമുക്ക് പോകാനുണ്ട്. സോ നമുക്ക് നേരെ താഴെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.
ഒരു ബൈ തന്നായിരുന്നു, വീണ്ടും ബൈ. അപ്പോൾ ഇറങ്ങുന്ന വഴി നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല, തെന്നിപ്പോവും. അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ചെരുപ്പിട്ടുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് നമുക്ക് ചെരുപ്പ് ഊരി നമ്മുടെ കയ്യിൽ വെച്ച് ഇതൊക്കെ ഇറങ്ങി നമുക്ക് താഴെ ചെല്ലാം. ഓക്കെ ഓക്കെ. നമ്മൾ വന്ന വഴി തെറ്റിയെന്ന് തോന്നുന്നു. 2 വഴി കാണും മേ ബി. ഈ വഴി കൂടെ ഒന്നും വന്ന പോലെ എനിക്ക് വലിയ ഓർമ്മയില്ല, ഞാൻ ഇതുവഴി വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. കാലൊക്കെ നോക്കി ഇത്രയും ചെളിയായി, കാരണം ഇത്രയും പൈപ്പുകൾ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വീട് ഞാൻ കണ്ട്, താഴത്ത് വീടുണ്ട്, അവിടെ വീടുണ്ട്. ഇറങ്ങാം. ഓക്കെ. അങ്ങനെ തിരിച്ച് മലയൊക്കെ കയറി ഞാൻ വീട്ടിൽ വന്നു, കൈയും കാലും കഴുകി വീട്ടിൽ വന്നപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കറണ്ടും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് ശേഷം നമ്മൾ റെഡി ആയിട്ട് ഇനി അനിയനെ കോളേജിലോട്ട് കൊണ്ടാക്കണം. നമ്മൾ അഡ്മിഷനും കാര്യങ്ങളും എടുത്ത് ഇന്ന് തൊട്ട് അവൻ അവിടെ ആയിരിക്കും താമസവും കാര്യങ്ങളൊക്കെ. സോ അമ്മ ഇറങ്ങാൻ കുറച്ച് പാടായിരുന്നു. ലൈക്ക് ഇതേതൊരു സിനിമാ നടൻ ഇറങ്ങുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത് നമ്മൾ ഒരുങ്ങി റെഡിയായി ഞാനും താഴത്തോട്ട് ഇറങ്ങി. ഇനി നമ്മളിനി വണ്ടി എടുത്ത് അതിന് നേരെ അനിയൻ്റെ കോളേജിലേക്ക് ചെല്ലും. പിടിച്ചോ ഇവിടെ നമ്മൾ വണ്ടിയിൽ കയറി. അനിയനും അളിയനും കൂടെ അവരുടെ കാറിൽ ഫ്രണ്ടിൽ പോയി, നമ്മൾ പതുക്കെ അവരുടെ കൂടെ വെളിയിലിരുന്ന് നമ്മുടെ കാറിൽ അവരുടെ കോളേജിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ കോളേജിലോട്ട് പോകുന്നത് ഒരു കാട് പിടിച്ച ഏരിയയൊക്കെയാണ്. കാടല്ല, ഇവിടുത്തെ ഏരിയ എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ആദ്യം അവരുടെ കോളേജിനായിട്ടുള്ളൊരു സൈൻ ബോർഡ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു കോളേജ് എന്നാണ് കോളേജിൻ്റെ പേര്, കട്ടപ്പനയിലുള്ള. കുറച്ച് കുന്നും മലയൊക്കെ കയറി വേണം നമുക്ക് പോകാൻ. ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു വണ്ടി ഓടിക്കാൻ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ കോളേജിലെത്തി. ഇതാണ് അവൻ ഇനിയും പഠിക്കാൻ പോകുന്ന അവൻ്റെ കോളേജ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇതാണ് ആ കോളേജ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. വീട്ടുകാരൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി. ഇനി വേണം അവൻ പോയി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്റ്റൽ റൂമിലേക്ക് പോകും. ഹോസ്റ്റൽ റൂമിൽ ഇതാണ് മൊത്തത്തിലുള്ളൊരു കോളേജിൻ്റെ വ്യൂ. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. വേറെ സാധനം കാണിച്ചു തരാം. അഫിലിയേറ്റഡ് ടു MG യൂണിവേഴ്സിറ്റി കോട്ടയം. ഞാൻ പഠിച്ച കോളേജിൻ്റെ ഒരു 100-ൽ 10% വന്നിട്ടുണ്ട് ഇത് കാണാൻ. ഒരു ഏതാണ്ട് മംഗളം കോളേജിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിന്. ഇത്രേ ഉള്ളൂ കോളേജ്. ഒരു 3 ബസ്സുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മലയുണ്ട്. എനിക്കൊന്ന് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും രാവിലെയൊക്കെ ഇവിടെ. സോ ഇതാണ് അനിയൻ പഠിക്കുന്ന കോളേജ്. നോക്കാം പഠിക്കൂ ഇല്ലയോ. ഞാൻ കോളേജിൻ്റെ കുറച്ച് ഏരിയൽ ഷോട്ട്സ് ആൻഡ് കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, കാൻ വാച്ച്. ഇതാണ് ഹോസ്റ്റല്? അല്ല, ഇത് റെസ്റ്റോറന്റ്. റിസോർട്ട് റെസ്റ്റോറന്റ്. എന്താന്ന് ചോദിക്കാം. ജോലെ എന്തായി? ഇതാ ഹോസ്റ്റലാണ്. ജോലിലെ കോളേജ് ഹോസ്റ്റൽ റെസ്റ്റോറന്റ്. അങ്ങനെ ജോലിൻ്റെ എന്താണ് അഭിപ്രായം? ഇവിടുന്നാണോ ഇനി പഠിക്കാൻ പോകുന്നത്? ബ്രോ മംഗളത്ത് വാ ബ്രോ. കുഴപ്പമില്ല, പുതിയ കോളേജല്ലേ. പുതിയ കോളേജിൻ്റെ ഇതാണ് ജോലിൻ്റെ ഹോസ്റ്റൽ.
അങ്ങനെ ജോലിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കോളേജിൽ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന്. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഒരു വ്യൂ. ഇതാണ് ഹോസ്റ്റൽ. കാരണം അവൻ പഠിക്കുന്ന കോളേജ് പുതിയതായിട്ട് തുടങ്ങിയൊരു കോളേജാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 വർഷമായതേ ഉള്ളൂ ആ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ അതുകൊണ്ട് ഹോസ്റ്റൽ സർവീസൊക്കെ ഭയങ്കര ശോകമല്ല, കുഴപ്പമില്ല, നിൽക്കാം. പിന്നെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും അധികം തണുപ്പൊന്നും ഇല്ലാത്തത്. ആ കാണുന്ന മലയൊക്കെ രാമക്കൽമേട് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞ് പോകും അങ്ങോട്ട്. ആ ഒരു ഏരിയ ഉണ്ട്. ഹോസ്റ്റലിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് ഷോട്ടാക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഹോസ്റ്റൽ നേരത്തെ ടൂറിസ്റ്റുകാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കൊണ്ടിരുന്ന ഒരു റിസോർട്ടായിരുന്നു, ഒരു റിസോർട്ടായിരുന്നു. സോ അതിപ്പോൾ അവർ കൺവേർട്ട് ചെയ്തിട്ട് ഹോസ്റ്റലാക്കി. സോ അതുകൊണ്ടാണ് ഈ ഒരു സിയോൺ ഹിൽസ് റിസോർട്ട് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ഉള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ ഇത്രേ ഉള്ളൂ. ഇനി ജോയിലിനി ഇവിടെ ആയിരിക്കും, ഇവിടുന്ന് കോളേജിലേക്ക്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി രാമക്കൽമേട് പോകായിരിക്കും. ആ ഒരു മല രാമക്കൽമേടാണ്, അങ്ങോട്ടേക്കൂടെ പോകാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ രാമക്കൽമേട് എത്തി. എവിടെ ഇതാ ആര് പറഞ്ഞു? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലം എന്നാണ് ജോലി പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥലത്തിനെ പറ്റി കണ്ടറിയാം. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് ഇവിടെ പറ്റും. ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലം രാമക്കൽമേടാ. അങ്ങനെ രാമക്കൽമേട് എത്തി. ഇതാണ്. ഇപ്പം കോടയില്ലാത്തതുകൊണ്ടൊരു ഭംഗിയില്ല. ഇത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റാണ്. തമിഴ്നാട് ഡിസ്ട്രിക്റ്റ്, ഇപ്പുറത്ത് കേരളം. സോ ഇത്ര ഉള്ളു ഇവിടെ കാണാൻ. പോകെ ഇനി ഇടുക്കിക്കാരൻ സംസാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇടുക്കിയത് അമ്മ കരയുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, 4 വർഷമൊക്കെ പെട്ടെന്ന് പോകും. പോട്ടോ, ബൈ. കേട്ടാ അല്പൊന്നും എടുക്കാതെ കൂട്ടൊന്നും കൂടാ പഠിക്കും. ഫെയ്ത്താവിലൊക്കെ പോണം. ഇവിടെ ഫെയ്ത്താവുണ്ടല്ലോ, ആളിനോട് പോയത്. അങ്ങനെ നമ്മൾ അനിയനെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു വിൻഡ് മില്ല് കാണാൻ വന്നു. വിൻഡ് മില്ല് കണ്ടതിന് ശേഷം നമ്മൾ കമ്പത്തോട്ട് പോയി. കമ്പത്ത് കുറച്ച് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അതും കൂടെ കണ്ടിട്ട് റിട്ടേൺ വരാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മളൊരു മുന്തിരിത്തോട്ടത്തിലെത്തി. കമ്പത്തുള്ള ജസ്റ്റ് മുന്തിരിത്തോട്ടം കൂടെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് കട്ടപ്പന പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ ആലപ്പുഴയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് മുന്തിരിത്തോട്ടമൊക്കെ കാണുന്നത്. എനിക്കങ്ങനെ മുന്തിരിത്തോട്ടമൊന്നും ഇഷ്ടമല്ല. പിന്നെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞ്, പിന്നെ പപ്പയ്ക്ക് അമ്മയ്ക്ക് പിന്നെ ചേട്ടന്മാർക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്ന് കാണും.
കൊണ്ടാക്കി നമ്മൾ കട്ടപ്പന വീടിനോട് ടാറ്റ പറയുന്നു. ഇനി നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. ഒരു 2-3 പ്രാവശ്യം കയറി ഇപ്പൊ തന്നെ ആയല്ലോ 2-3 വട്ടം. പോട്ടെ. ശരി എന്നാ. ഓക്കെ. സന്തോഷം. അതെ.